ഹലോ. അപ്പോഴേ ഈ പഠിക്കണ സമയത്ത് ശനി ഞായറാൻ കാത്തിരിക്കൂലേ, അതേപോലത്തെ അവസ്ഥയാണ് ഈ കട തുടങ്ങിയപ്പോഴും എൻ്റെ അവസ്ഥ കേട്ടോ. വേറൊന്നുമല്ല, ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടെന്നേ അങ്ങനെ കിടന്നുറങ്ങി എണീറ്റത് 10 മണിയായപ്പോൾ. പിന്നെ ഒന്നും നോക്കിയില്ല, ചായക്ക് ഉണ്ടാക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. കട്ടൻ ചായ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നേരത്തെ തന്നെ ചോറ് വയ്ക്കാൻ ഓർത്ത്. അങ്ങനെ മീൻ മേടിക്കാൻ പോയപ്പോൾ കിട്ടിയതോ ചെമ്മീനാണ്. ഇന്നലത്തെ മീനൊക്കെ ആയതുകൊണ്ടിട്ട് മേടിക്കാൻ തോന്നില്ല. ചെമ്മീനാണെങ്കിൽ ഇന്നലത്തേലും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊത്ത് മേടിച്ചതാട്ടാ. പിന്നെ ഇന്നലത്തെ ചോറ് ഇത്തിരി ഉണ്ടായിരുന്നു, അത് അരി കൂടി ഇട്ടിട്ട് അതും വേവിച്ചെടുത്ത് അങ്ങനെ ചെമ്മീനും മാങ്ങയും തക്കാളി മുരിങ്ങാക്കൊലൊക്കെ കൂടി വേവിക്കാൻ അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവിയലാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നേരത്തെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊക്കെ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതും വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് വലിയ പണിയായിട്ട് തോന്നില്ല, പക്ഷെ പുറകെ വന്ന പണിയില്ല, 8ൻ്റെ പണിയാണ്. വേറെ ഒന്നല്ല, തേങ്ങ ചിരകൽ എനിക്ക് ഇഷ്ടമില്ലാത്ത പണിയാണ്. കടയിലാണെങ്കിൽ വിഷയത്തിൽ എൻ്റെ അനിയത്തിയെ ചിരകി വെച്ചിട്ട് പോകണം. വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് ഞാൻ എന്തെങ്കിലും അതിൽ നിന്ന് കുറച്ച് ജിസ്കി കൊണ്ടുവരോട്ടാ. പക്ഷേ ഇതിപ്പം ഞാൻ തന്നെ ചിരകേണ്ട അവസ്ഥ വന്നല്ല എന്ന് ഓർക്കുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോറ് ഊറ്റാൻ നിന്നപ്പോഴേ പാത്രം എന്നെയും കൊണ്ട് അങ്ങോട്ട് വലിച്ചുകൊണ്ടുപോകണം. സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുജൂടനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടാ. പക്ഷെ പാവം, അതിനൊന്നും വേദനിപ്പിക്കാതെ എൻ്റെ കൈ വേദനിക്കാതെയും തന്നെ ഞാൻ താളലയത്തോടുകൂടി തന്നെ പാട്ടും പാടി തേങ്ങ ചിരകണേന് നടന്നില്ല മക്കളെ. ഒരെണ്ണം ചിരകി തന്നെ എൻ്റെ കൈ വേദനിച്ച്. അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ മുരിങ്ങാക്കോലും മാങ്ങയുള്ള കറിയിലേക്ക് മാത്രം ഞാൻ തേങ്ങ ചിരകി ഒഴിച്ചു കൊടുത്തിട്ടാണ്. തേങ്ങ ചിരകി അരച്ചാണ്ട് ഒഴിച്ചത്, അല്ലാതെ വെറുതെ വെച്ചിട്ടില്ല കേട്ടാ. പിന്നെ ബാക്കിയുള്ള അവിയലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ്, കൊത്തിയെടുത്ത്, അല്ലാതെ ഒരു രക്ഷയില്ലെന്ന്. കൊത്തിയെടുത്തിട്ടെങ്കിലും അവിയൽ ഉണ്ടാക്കണമല്ലോ, വേവിച്ചിട്ട് പോയില്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ആ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 1/2 കിലോ ചെമ്മീനാണ് മേടിച്ചെങ്കിലേ അതിൽ നിന്ന് 2-3 വിഭവങ്ങളാക്കാൻ നമുക്കൊരു കഴിവുണ്ടല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് ഫ്രൈക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ കുറച്ച് സവാളയും കൂടി വെട്ടിക്കണ്ടിച്ചിട്ട് അതിനെ കുഴച്ചങ്ങോട്ട് വെച്ചപ്പോഴാണ് ഓർത്തത്, ഇതിലേക്ക് താളിച്ചൊഴിച്ചില്ലല്ലോ എന്ന്. വേഗം തന്നെ കുറച്ച് കറിവേപ്പിലയും കടുകും പിന്നെ മുളക് പൊടിയും താളിച്ച് വെച്ചിട്ട്, വറ്റൽമുളക് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, പിന്നെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പം ഞാനേ എന്ത് ചെയ്യാന്നറിയാമോ, ആ ചീനച്ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കഴുകാൻ മടിയായിട്ടാണേ. എന്നിട്ട് എന്ത് ചെയ്ത് ആ കുഴച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കുക്ക് ചെയ്യണം കേട്ടോ. പക്ഷെ എന്നാലേ വേഗുള്ളൂ. പക്ഷെ ഇതൊക്കെ പറയുമെങ്കിലും ഞാനത് ചെയ്തില്ല, മറന്നു. റീൽസ് കാണാനിരുന്നേ. രാവിലെ കട്ടൻ ചായയും കൂടി ചിരിക്കണേണല്ലോ. അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാത്ത കാരണം ചേട്ടായി എന്നോട് പറഞ്ഞേ, നേരത്തെ നീ ചോറുണ്ടാക്കണം കേട്ടോ, നമുക്ക് വേഗം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശരി ചേട്ടായി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചോറുണ്ടാക്കലും കറി ഉണ്ടാക്കലും വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ 2:55. ഞാൻ ഈ ക്യാമറയും കൊണ്ട് നേരെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, പോടി വല്ല പണിയുണ്ടാ നോക്ക്, വീഡിയോ എടുക്കല് മനുഷ്യന് വിശന്നിട്ടും പാടില്ല എന്ന് പറയും. അതുകൊണ്ട് പുള്ളിക്കാരനെ കാണിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, കരിഞ്ഞതാണെങ്കിലും പുകഞ്ഞതാണെങ്കിലും ഒന്ന് തലയിട്ടാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു സൈഡായിട്ട് ഇരുന്നിട്ട് കഴിച്ചിട്ടാ. എനിക്കെന്താണെന്നറിയില്ല, വിശപ്പൊന്നും ഇല്ലായിരുന്നു. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, അതാണെന്ന് തോന്നുന്നു. പിന്നെ തോണ്ടിയും പിടിച്ചൊക്കെ ഇരുന്ന് തീർത്തെടുത്ത് എങ്ങനെയെങ്കിലും.